السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد في كل لمحة ونفس بعدد كل معلوم لك. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞല്ലോ, ബഹുമാനമുള്ള അബൂ യസീദുൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ കാണാൻ വേണ്ടി ഒരു മഹാനും തന്റെ ശിഷ്യന്മാരും കൂടി പോയ ചരിത്രം. അതിൽ ഒരുപാട് ചിന്തിക്കേണ്ടതുണ്ട്, ഒരുപാട് മനസ്സിലാക്കേണ്ട പോയിന്റുകൾ അതിലുണ്ട്. അതായത്, സൂര്യന്റെ ചൂടേറ്റാൽ നമുക്ക് നോക്ക്, സൂര്യന്റെ ചൂടില് നമുക്ക് നടക്കാൻ കഴിയും, വെയിലത്ത് നമുക്ക് നടക്കാൻ കഴിയും. സൂര്യൻ നല്ല ഉച്ച സമയത്താണെങ്കിലും നമുക്ക് റോട്ടിലൂടെ ഒക്കെ നടക്കാൻ കഴിയും. ആരും ഇപ്പോഴത്തെ കാലഘട്ടത്തിലൊക്കെ സൂര്യാഘാതം, സൂര്യൻ ഏറ്റുപൊള്ളലൊക്കെ ഉണ്ട്, അപൂർവമായിട്ട് അവിടെ ഇവിടെ ഒക്കെ ഉണ്ട്. അതല്ല ഉദ്ദേശിച്ചത്. സൂര്യന്റെ ചൂടേറ്റിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുന്നുണ്ട്, നമുക്ക് നടക്കാൻ കഴിയുന്നുണ്ട്. ആർക്കും പൊള്ളുന്നില്ലല്ലോ. അങ്ങനെ പൊള്ളുന്ന രീതിയിലല്ലല്ലോ സൂര്യന്റെ ചോട്ടിൽ അപൂർവമായിട്ട് എവിടെയെങ്കിലൊക്കെ സൂര്യാഘാതം ഏൽക്കുന്നതല്ലാതെ സൂര്യന്റെ ചോട്ടിൽ നമുക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടല്ലോ. വെയില് നമുക്ക് ഏൽക്കാൻ കഴിയുന്നുണ്ട്, വെയിലിട്ടിട്ട് ആർക്കും പൊള്ളുന്നില്ലല്ലോ. അതേസമയം നിങ്ങൾ ചിന്തിക്കൂ, സൂര്യന്റെ ചൂടേറ്റ് പഴുത്ത് കിടക്കുന്ന, ചൂടായി കിടക്കുന്ന ഒരു തകരം, ഒരു പാട്ട, ഒരു ഇരുമ്പിന്റെ പാലം തന്നെ ആയിക്കോട്ടെ, ചെരുപ്പില്ലാതെ ആർക്കെങ്കിലും ആ തകരത്തിൽ ചവിട്ടാൻ കഴിയോ? കാല് പൊള്ളിപ്പോവും, നമുക്ക് നടക്കാൻ കഴിയില്ല, കാല് നമ്മൾ തന്നെ വലിക്കും. ഇരുമ്പ് വേണ്ട, ഒരു മാർബിൾ തന്നെ ആയിക്കോട്ടെ, സൂര്യന്റെ ചോട്ടില് ഇപ്പോ നമ്മൾ അജ്മീറിലൊക്കെ പോകുകയാണെങ്കിൽ, അജ്മീറിലൊക്കെ പോയാല് നല്ല ചൂട് സമയത്താണെങ്കിൽ ഷാജഹാനി മസ്ജിദ്, അവിടുത്തെ മാർബിൾ മാത്രം പൊള്ളൂല. ഒരു വലിയ പ്രത്യേകതയാ. ലോകത്ത് തന്നെ ഹറം ഷരീഫിൽ, മക്കയിൽ ഹറം ഷരീഫിൽ മത്വാഫിലുള്ള മാർബിള് ഇട്ടിട്ടുള്ള മാർബിള് അതൊരിക്കലും ചൂടിനെ ആഗിരണം ചെയ്യാത്ത മാർബിളാണ്. അത് ഒരിക്കലും നമുക്ക് കാല് പൊള്ളൂല. അതേസമയം മത്വാഫിന്റെ പുറത്തുള്ള മാർബിള്, പള്ളിയുടെ പുറത്തുള്ള മാർബിളൊക്കെ ചൂട് ഏറ്റ് നല്ലോണം ചൂടാവും, ഇവിടെ കാല് പൊള്ളും ചെയ്യും. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് മക്ക, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീന, ഇതൊക്കെയും പോയി സന്ദർശിക്കാൻ, വിശുദ്ധ കഅബാലയം, ശുദ്ധ റൗള ഷരീഫ്, ഇതെല്ലാം പോയി സന്ദർശിക്കാൻ അള്ളാഹു നമുക്ക് ഏവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് ഈ വരുന്ന 24-ാം തീയതി ഉംറ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വിശുദ്ധ റൗളയിൽ റബീഉൽ അവ്വൽ 12-ന് ഹബീബിന്റെ ചാരത്ത് കൂടണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ എത്തുന്ന രീതിയിലാണ്, ആ സമയത്ത് അവിടെ ഉണ്ടാകുന്ന രീതിയിലാണ് പാക്കേജ് ഉള്ളത്. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഇൻഷാ അല്ലാഹ് അതൊക്കെ ഭംഗിയായി പൂർത്തീകരിക്കാൻ അള്ളാഹു തൗഫീഖ് അനുഗ്രഹിക്കുമാറാവട്ടെ. സാന്ദർഭികമായിട്ട് ഉണർത്തുന്നു മാത്രം. അപ്പോ മത്വാഫിലുള്ള മാർബിള് പൊള്ളൂല. ഇതേപോലെ തന്നെ ബഹുമാനമുള്ള സുൽത്താനുൽ ഹിന്ദ് ഗരീബ് നവാസ് അത്വായ റസൂൽ ഖാജാ മുഈനുദ്ദീൻ ചിശ്തി അജ്മീരി റളിയല്ലാഹു അൻഹു, ബഹുമാനമുള്ളവരുടെ ആ മസാറിന്റെ തൊട്ട് മുന്നിലായി ഷാജഹാനി മസ്ജിദ്, ഷാജഹാൻ ചക്രവർത്തി ഉണ്ടാക്കിയ ആ പള്ളിയിലെ ആ മാർബിള്, അതിന്റെ മേൽക്കൂരയില്ലല്ലോ. മേൽക്കൂര ഇല്ലാത്ത സ്ഥലത്ത് തന്നെ നല്ലവണ്ണം വെയിലേറ്റാലും ആ മാർബിൾ പൊള്ളൂല. അതേസമയം പുറത്തുള്ള മാർബിളൊക്കെ പൊള്ളും. കാല് നമ്മൾ പൊള്ളിയിട്ട് കാല് വലിക്കും, നമുക്ക് നടക്കാൻ കഴിയില്ല. അതിന്റെ അർത്ഥം സൂര്യനേക്കാൾ ചൂട് ഈ മാർബിളിനാണ് എന്നാണോ അതിന്റെ അർത്ഥം? ചിന്തിക്കൂ നിങ്ങൾ. അതിന്റെ അർത്ഥം സൂര്യനേക്കാൾ ചൂട് ഈ മാർബിളിനുണ്ട് എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. നോക്കൂ നിങ്ങൾ, സൂര്യന്റെ ചൂടേറ്റ് ചൂടായി കിടക്കുന്ന ഒരു മാർബിളിൽ നമുക്ക് ചോട്ടാൻ സാധ്യമല്ല. സൂര്യന്റെ ചോട്ടിൽ നമുക്ക് നടക്കാൻ സാധിക്കും. എന്തുകൊണ്ട്? സൂര്യന്റെ ചൂടേറ്റ് നാം മാർബിളിൽ ചവിട്ടുമ്പോ ഡയറക്റ്റ് നമ്മൾ കോണ്ടാക്ട് ആവുകയാ. അപ്രകാരമുള്ളൊരു കോണ്ടാക്ട് നമുക്ക് സൂര്യന്റെ ചോട്ടിൽ നിൽക്കുമ്പോൾ നേർക്ക് നേരെ നമുക്ക് കിട്ടുന്നില്ല. ഇതേപോലെ തന്നെ അതിന്റെ അർത്ഥം സൂര്യനേക്കാൾ ചൂട് മാർബിളിനുണ്ട് എന്നല്ലല്ലോ. ഇതേപോലെ തന്നെ അള്ളാഹുവിനെ 70 വട്ടം കാണുന്ന ഒരു ശിഷ്യനെ കുറിച്ച് നാം കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അള്ളാഹുവിനെ 70 വട്ടം ഞാൻ കാണുന്നുണ്ട്, ഒരു ദിവസത്തിൽ ഞാൻ റബ്ബിനെ കാണുന്നുണ്ട്, പിന്നെ എന്തിനാണ് ഞാൻ അബൂ യസീദ് ബിസ്താമിയെ പോയി കാണുന്നത്, റളിയല്ലാഹു അൻഹു പോയി കാണുന്നത് എന്ന് ചോദിച്ചപ്പോ തന്റെ ശൈഖുകൾ പറഞ്ഞു കൊടുത്തു, മോനെ, നീ 70,000 വട്ടം നിന്റെ റബ്ബിനെ നീ കാണുന്നതിനേക്കാൾ ഖൈർ ഒരു വട്ടം നീ അബൂ യസീദ് ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ കാണലാണ് എന്ന് പറയുകയും തന്റെ ശൈഖുകൾ മനസ്സിലാക്കി കൊടുത്തതനുസരിച്ച് ശിഷ്യനും അദ്ദേഹത്തെ കാണാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ചു. അങ്ങനെ അവർ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു ഉണ്ടാവാറുള്ള, അദ്ദേഹം ആ സമയത്തുണ്ടായിരുന്ന ഒരു മലയുടെ താഴ്വാരത്ത്
അവർ വന്ന് തമ്പടിച്ചു. അവർ കാത്തു നിൽക്കുകയാണ്. അങ്ങനെ കുറെ നേരത്തിന് ശേഷം ബഹുമാനമുള്ള അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു അവിടെ നിന്ന് ഇറങ്ങി വരികയാണ്. ആ വനാന്തരത്തിൽ നിന്ന് ബഹുമാനമുള്ളവർ ഇറങ്ങി വന്നു. നടന്ന് അടുത്തേക്ക് വന്ന് കാണുന്ന സ്ഥലത്ത് തൊട്ടടുത്ത് എത്താറായി, പരസ്പരം മുഖാമുഖം കാണുന്ന ഒരു അവസരത്തിലേക്ക് എത്തിയ സമയത്ത് നിങ്ങൾ ചിന്തിക്കണം, 70 വട്ടം റബ്ബിനെ ദിനം പ്രതി കാണുകയും എന്റെ റബ്ബുമായി ഞാൻ സംസാരിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞ ആ ശിഷ്യൻ അട്ടഹസിച്ചുകൊണ്ട്, ഒറ്റൊരട്ടഹാസമാണ്, അട്ടഹസിച്ചുകൊണ്ട് അവിടെ നിലത്തേക്ക് വീഴുകയും ആ ഒറ്റ സെക്കൻഡിൽ തന്നെ അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിനെ കണ്ട മാത്രയിൽ അദ്ദേഹം ചലനമറ്റ് നിശ്ചലനായി മരിച്ചു വീഴുകയാണ് ചെയ്യുന്നത്. ശിഷ്യന്മാരും ശൈഖ് അവറുകളൊക്കെ അന്തം വിട്ടുപോയി. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു വരുന്നത് കണ്ണിലേക്ക് അദ്ദേഹത്തെ കണ്ട മാത്രയിൽ അട്ടഹസിച്ചുകൊണ്ട് ഈ ശിഷ്യൻ അവിടെ മറിഞ്ഞു വീഴുന്നു. നോക്കുമ്പോൾ മരിച്ചിരിക്കുന്നു, നിശ്ചലനായി കിടക്കുകയാ, മരിച്ചുപോയി. ബിസ്താമി റളിയല്ലാഹു അൻഹു അടുത്തേക്ക് എത്തിയപ്പോൾ ശൈഖ് അവറുകൾ പറഞ്ഞു, എന്റെ ശിഷ്യനാണിത്, നിങ്ങളെ കാണാൻ വേണ്ടി ഞങ്ങൾ വന്നപ്പോൾ എന്റെ ശിഷ്യൻ ഇങ്ങനെ പറഞ്ഞു. നിങ്ങളെ കണ്ട മാത്രയിൽ എന്റെ ശിഷ്യൻ, എന്റെ പ്രിയപ്പെട്ട അനുമശിഷ്യൻ നിങ്ങളെ കണ്ട മാത്രയിൽ അട്ടഹസിച്ചുകൊണ്ട് അതാ നിലത്ത് വീണു, അതാ മരിച്ചിരിക്കുകയാ. ബിസ്താമി റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളുടെ ശിഷ്യൻ പറഞ്ഞത് സത്യമാണ്, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അള്ളാഹുവിനെ 70 വട്ടം കാണുന്നതാണ് അദ്ദേഹം കാണുന്നുണ്ട് എന്ന് പറഞ്ഞ് സത്യം തന്നെയാണ്. അതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്. എന്നിലുള്ള ആ റബ്ബിന്റെ തജല്ലിയെ താങ്ങാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. അതുകൊണ്ട് അദ്ദേഹം ഹൃദയം പൊട്ടി തകർന്ന് മരിച്ചു പോയതാണ്. നോക്കൂ നിങ്ങൾ, 70 വട്ടം റബ്ബിനെ കണ്ട ആള് മരിച്ചില്ല. നോക്ക്, ദിനം പ്രതി 70 വട്ടം റബ്ബിനെ കണ്ട മനുഷ്യൻ മരിച്ചില്ല. പക്ഷേ ഒറ്റവട്ടം അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹു കണ്ടപ്പോഴത്തേക്കും മരിച്ചുപോയി. ഇതെന്താ കാരണം? ഇതന്നെ കാരണം. നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ, സൂര്യന്റെ ചോട്ടിൽ നിന്ന് നമുക്ക് പൊള്ളൂല, പക്ഷേ സൂര്യന്റെ ചൂടേറ്റ് പൊള്ളിക്കിടക്കുന്ന, പഴുത്ത് കിടക്കുന്ന ഒരു മാർബിളിൽ, ഒരു തകിടിൽ, ഒരു ഇരുമ്പിൽ തൊട്ടാൽ പൊള്ളിപ്പോവും, താങ്ങാൻ കഴിയില്ല. അബൂ യസീദ് അൽ ബിസ്താമി റളിയല്ലാഹു അൻഹുവിലുള്ള അല്ലാഹുവിന്റെ തജല്ലി താങ്ങാൻ ഈ ശിഷ്യന് സാധ്യമായില്ല. അതിനുള്ള പാത്രം അവിടെ ഉണ്ടായിരുന്നില്ല, അതിനുള്ള വിശാലത ആ ഖൽബിനുണ്ടായിരുന്നില്ല. അല്ലാഹുവിന്റെ ആ തജല്ലി താങ്ങാൻ കഴിയാത്ത തജല്ലി വന്നപ്പോ ശിഷ്യൻ മരിച്ചുപോയി. അതല്ലേ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനോട് ചോദിച്ചത്, റബ്ബേ എനിക്ക് നിന്നെ കാണണല്ലോ റബ്ബേ, എനിക്ക് നിന്നെ കാണണല്ലോ റബ്ബേ. അള്ളാഹു എന്താ മറുപടി പറഞ്ഞത്? ഇന്നക ലൻ തറാനി, മൂസാ നബിയെ താങ്കൾക്ക് എന്നെ കാണാൻ സാധ്യമല്ല. ഫലമ്മാ തജല്ലാ ലിൽ ജബലി ജഅലഹു ദക്ക വഖറ മൂസാ സ്വൈഖാ. കണ്ടോ, മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം മറിഞ്ഞു വീണു, പർവ്വതം പൊടിപൊടിയായി. അതിനൊക്കെ ആന്തരികമായ അർത്ഥങ്ങൾ വേറെയുമുണ്ട്. എന്തുകൊണ്ടാ? അള്ളാഹുവിന്റെ തജല്ലി താങ്ങാൻ കഴിഞ്ഞില്ല. അള്ളാഹുവിന്റെ തജല്ലിയുടെ ഒരംശം പോലും താങ്ങാൻ സാധ്യമായില്ല എന്നാണ്. നോക്കൂ നിങ്ങൾ, ഇപ്രകാരം അള്ളാഹുവിന്റെ മഹാന്മാരായ മശായിഖന്മാരെ നാം കാണുക എന്ന് പറഞ്ഞാൽ അവരിലുള്ള അള്ളാഹുവിന്റെ അപാരമായ തജല്ലിയെ നാം സ്വീകരിക്കുക, ആ തജല്ലിക്ക് വേണ്ടി നാം ചെല്ലുക എന്ന് പറഞ്ഞാൽ അത് എത്രയോ വർഷങ്ങളുടെ യുഗയുഗാന്തരങ്ങളുടെ ഇബാദത്തിനെയും കവച്ചു വെക്കും. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഖദർ അലൈഹിസ്സലാമിനെ കാണാൻ വേണ്ടി സയ്യിദുനാ മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം യാത്ര ചെയ്യാൻ കാരണം? അല്ലാഹുവിന്റെ അപാരമായ തജല്ലി. ആ തജല്ലി മഹാന്മാരായ മശായിഖന്മാരെ ചെന്ന് കാണുമ്പോൾ അത് നമ്മളുമായി കൂട്ടിമുട്ടുകയാണ്. ഈമാനോടുകൂടെ നാം അവരെ ചെന്ന് കണ്ടാൽ ആ ഗുരുത്വവും നാം വാങ്ങാൻ വേണ്ടി ചെല്ലുമ്പോൾ അവരിലുള്ള ആ അള്ളാഹുവിന്റെ അപാരമായ ശുഹൂദ് നമ്മളിലേക്ക് അവരുടെ തിരുനോട്ടം. അതുകൊണ്ടല്ലേ അപ്പോൾ കുലം പുക്ക് പുതിയ ഇസ്ലാമിനെ അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വെച്ചോവർ. കുറെ ഇബാദത്ത് ചെയ്തിട്ടല്ലോ,
പുതിയ ഇസ്ലാം അപ്പോൾ മുസ്ലിമായിട്ടേ ഉള്ളൂ. അവരെ അബ്ദാലന്മാരാക്കി, ആ സ്പോട്ടിൽ അബ്ദാലന്മാരാക്കി കൽപ്പിച്ചു വെച്ചവർ ആര്? ഗൗസുൽ ആലം ഗൗസ് മുഹ്യിദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു. അതെങ്ങനെയാണ്? ഇതാണ് അവരിലേക്ക് ആ തജല്ലി കൈമാറുകയാ ഒറ്റ നോട്ടം കൊണ്ടാ. ഇങ്ങനെയാണ് ബഹുമാനമുള്ള ശൈഖുനയെ ഇപ്രകാരം ലോകത്തിന്റെ നാനാഭാഗത്ത് നിന്ന് കാണാൻ വേണ്ടി എത്ര മഹാരഥന്മാരാണ് വന്നത്. അവരൊക്കെയും ഇതുപോലെ കാണാതെ തിരിച്ചുപോയവർ വരെ ഉണ്ടായിരുന്നു എന്നാണ്. താങ്ങാൻ കഴിയാതെ, നേരിട്ട് വരാൻ കഴിയാതെ, താങ്ങാൻ കഴിയാത്ത കാരണം നാടിന്റെ നാനാഭാഗത്ത് നിന്നുകൊണ്ട് മഹാനവറുകളിലേക്ക് നോട്ടമിട്ടുകൊണ്ടിരിക്കുന്നവരുണ്ടായിരുന്നു. എന്തുകൊണ്ടാണത്? ബഹുമാനമുള്ള ശൈഖുനായുള്ള തജല്ലി അത്രമാത്രം വിശാലമായിരുന്നു, വമ്പിച്ച തജല്ലിയായിരുന്നു ബഹുമാനമുള്ളവയിൽ ഉണ്ടായിരുന്നത്. അല്ലാഹു സുബ്ഹാനഹു തആല അനുഗ്രഹം ചെയ്തിട്ടുള്ള ഒരു മർത്തബയാണത്. പ്രിയമുള്ളവരെ, ബഹുമാനമുള്ള ശൈഖുനായുടെ തിരുഹദ്റത്തിലേക്ക് എത്ര മഹാന്മാർ മശായിഖന്മാർ വന്ന് അവർ ക്യൂവിൽ നിൽക്കുമ്പോൾ ശൈഖുന അകത്തുനിന്ന് വിളിച്ചു പറയും, അവരെ കടത്തിവിടൂ, ഇന്നാലിന്നാളുടെ പേര് പറഞ്ഞിട്ട് പറയും, അവരെ ഞാൻ വിളിക്കുന്നു എന്ന് പറയും. അല്ലെങ്കിൽ അവരെ കടത്തിവിടൂ, അവരോട് വരാൻ പറയും. അവർ വരുന്നു ബഹുമാനമുള്ള ശൈഖുനയുമായി. വളരെ നിങ്ങൾ ചിന്തിക്കണം, ചിലപ്പോൾ മുഷിഞ്ഞ് നമ്മുടെ കാഴ്ചപ്പാടിൽ മുഷിഞ്ഞ് വേഷങ്ങളൊക്കെ ഒരു ചിന്ന ഭിന്നമായിട്ട് മുഷിഞ്ഞിട്ട് നമുക്കൊക്കെ തോന്നും ഒരു മ്ലേച്ഛമായ രീതി എന്ന് തോന്നുന്ന രീതിയിൽ ചില ആളുകൾ ബഹുമാനമുള്ള ശൈഖുനായുടെ ഹദ്റത്തിലേക്ക് കയറി വരും. ശൈഖുന അവരെ കെട്ടിപ്പിടിക്കും. ബഹുമാനമുള്ള ശൈഖുന അവരെ കെട്ടിപ്പിടിക്കും. കയ്യോ ഒന്നും കഴുകുകയില്ല പിന്നീട്. അതേസമയം വേറെ ചില ആളുകൾ വരുമ്പോൾ ശൈഖുന അവരെ നല്ല വേഷത്തിലും നല്ല വസ്ത്രത്തിൽ വന്നാൽ പോലും ശൈഖുന അവരെ കെട്ടിപ്പിടിച്ചോളണമെന്നില്ല. അതെന്തുകൊണ്ടാ? ശൈഖുനയെ കാണാൻ വേണ്ടി വരുന്നവർ, നാടിന്റെ നാനാഭാഗത്ത് നിന്ന് വരുന്നവർ പലരും പല രീതിയിലായിരുന്നു വന്നിരുന്നത്. എന്നെ കാണാൻ ധാരാളം ആളുകൾ വന്നു. പക്ഷേ എന്നെ മനസ്സിലാക്കിയവർ വിരലിലെണ്ണാൻ മാത്രം. ശൈഖുനയെ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ, ബഹുമാനമുള്ള ശൈഖുനയെ മനസ്സിലാക്കിക്കൊണ്ട് അവരെ കാണാൻ ചെന്നവർ വളരെ കുറഞ്ഞ ആളുകളാണ്. അന്ന് തന്നെ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ശൈഖുനയെ കണ്ടവർ എത്രയോ ആളുകളുണ്ട്, എത്രയോ ആളുകൾ ഇന്നും ജീവിച്ചിരിപ്പുണ്ട്. ബഹുമാനമുള്ള ശൈഖുന അത്രയും ഇന്ന ദർജയിലാണ് എന്ന് മനസ്സിലാക്കിയവർ വളരെ കുറഞ്ഞ ആളുകളെ ഉണ്ടായിരുന്നുള്ളൂ. ശൈഖുന താമസിച്ചിരുന്ന മൂപ്പന്റെ വീട്ടിൽ, ഇടിയങ്ങരയിൽ മൂപ്പന്റെ വീട്ടിൽ താഴെ മജ്ലിസ് ഉണ്ടായിരുന്നു. അവിടെ ഏകദേശം 200ഓളം മഹാന്മാർക്ക് ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്ന ഒരു വലിയ മജ്ലിസ് തന്നെയായിരുന്നു. ഒരിക്കൽ ബഹുമാനമുള്ള ശൈഖുന മജ്ലിസ് നടത്തുന്ന ബാവുവിനെ അവിടെയുള്ളവരെ വിളിച്ചിട്ട് പറയുകയാ, 200ഓളം ഫാത്തിഹ ഓതിക്കൊണ്ടിരിക്കുന്നത് 20 ഫാത്തിഹയായി ചുരുക്കണം. എന്നിട്ട് അതിൽ അവസാനത്തെ ഫാത്തിഹ ഇലാ ഹദ്റത്തി ശൈഖ് ഖുത്ബുൽ ആലം റഈസു സാഹിദീൻ മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ അശ്ശൈഖ് മുഹമ്മദ് അബൂബക്കർ ഇബ്നു കുഞ്ഞി മാഹിൻ കോയ മുസ്ലിയാർ അൽ മടവൂരി റളിയല്ലാഹു അൻഹു എന്ന് പറഞ്ഞുകൊണ്ട് ഓതണമെന്ന് ബഹുമാനമുള്ളവർ കൽപ്പിച്ചു. നോക്കൂ നിങ്ങൾ, ശൈഖുന തന്നെ അവിടുത്തെ പദവി വ്യക്തമാക്കി പറയുകയാണ്. ഖുത്ബുൽ ആലം റഈസു സാഹിദീൻ മിൻ മശാരിഖിൽ അർളി ഇലാ മഗാരിബിഹാ. ബഹുമാനമുള്ളവർ അവിടുത്തെ തിരുനാവ് കൊണ്ട് പറഞ്ഞു കൊടുത്തതാണ്. അതുകൊണ്ട് ബഹുമാനമുള്ളവരുടെ ആ ചരിത്രത്തിൽ അവർ പറയുന്ന വാക്കുകൾ, അത് ഹക്കായി വന്ന വാക്കുകൾ, അതെല്ലാം ഒന്നൊഴിയാതെ നാം മനസ്സിലാക്കി പൂർണ്ണമായും അത് അംഗീകരിക്കൽ നമുക്ക് നിർബന്ധമാണ്. ബഹുമാനമുള്ള ശൈഖുനായുടെ തിരുനാവിൽ നിന്ന് വന്നത് തന്നെയാണ്. 700 വർഷമായി എന്നെ പോലൊരാൾ വന്നിട്ടില്ല. മുഹ്യിദ്ദീൻ ശൈഖിനു ശേഷം എന്നെ പോലൊരാൾ വന്നിട്ടില്ല. മറ്റൊരിക്കൽ ശൈഖുന പറഞ്ഞു, മുഹ്യിദ്ദീൻ ശൈഖിനെ അല്ലാഹു തആല ആ പദവിയിലേക്ക് എത്തിക്കാൻ 7 കൊല്ലം നടത്തിയെങ്കിൽ എന്നെ 3 കൊല്ലം കൊണ്ട് മതിയാക്കിയെന്നും ശൈഖുന പറഞ്ഞിട്ടുണ്ട്. നോക്കൂ നിങ്ങൾ, മുഹ്യിദ്ദീൻ ശൈഖിനെ അല്ലാഹു തആല ആ പദവിയിലേക്ക് എത്തിക്കാൻ 7 കൊല്ലം നടത്തി, എന്നെ 3 കൊല്ലം കൊണ്ട് മതിയാക്കി. ബഹുമാനമുള്ള ശൈഖുന പറഞ്ഞ വാക്കുകളാണിത്. അപ്പോൾ ബഹുമാനമുള്ളവർക്ക് അല്ലാഹു നൽകിയിട്ടുള്ള പദവി എന്താണ് അത് മനസ്സിലാക്കാൻ നമുക്ക് സാധ്യമല്ല. അവർ പറയുന്ന വാക്കുകൾ നമുക്ക് പൂർണ്ണമായും അംഗീകരിക്കുക എന്നല്ലാതെ. അവരുടെ ചരിത്രങ്ങളിലേക്ക് നോക്കിയാലോ, അത്ഭുതകരമായ ചരിത്രമല്ലേ ബഹുമാനമുള്ളവരുടേത്? അത്ഭുതകരമായ ചരിത്രമാണ്.
കഴിഞ്ഞ ക്ലാസ്സിൽ നാം വിശദീകരിച്ചല്ലോ, ഷെയ്ഖുനാന്റെ തിരു ഹദ്റത്തിലേക്ക് എത്രയെത്ര പരാതികളുമായി വരുമ്പോഴൊക്കെയും ബഹുമാനമുള്ളവരുടെ ഒറ്റ വാക്കാണ്. ബഹുമാനമുള്ളവരുടെ ബന്ധുക്കളിൽപ്പെട്ട ഒരു പണ്ഡിതൻ, അദ്ദേഹം പള്ളിയിൽ ഖത്തീബായി ജോലി നോക്കുന്ന സമയത്ത് വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വിഷയത്തിൽ ചില പ്രശ്നങ്ങളുണ്ടായി, ചില തെറ്റുകൾ സംഭവിക്കുകയുണ്ടായി. പള്ളിയുമായി ബന്ധപ്പെട്ട വഖഫുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തെറ്റുകൾ സംഭവിച്ചു. നോക്കൂ നിങ്ങൾ, തെറ്റ് സംഭവിച്ചു എന്ന് മാത്രമല്ല, അത് ഗുരുതരമായൊരു വിഷയമായി ചർച്ചയായി. ബഹുമാനമുള്ള ശൈഖുനയെ കാണാൻ വേണ്ടി പോവുകയാണ്. ശൈഖുനയെ കാണാൻ വേണ്ടി ഇദ്ദേഹം നേരിട്ട് എന്നോട് പറഞ്ഞ ചരിത്രമാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ശൈഖുനയെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ബഹുമാനമുള്ളിടത്തൊരു ഹദ്റത്തിലേക്ക് എത്തി. ഈ വിഷയങ്ങളൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. പള്ളിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്, വഖഫുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില തെറ്റുകളാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതൊന്നും പറഞ്ഞിട്ടില്ല. അത് തിരുത്തി, തെറ്റുകൾ തിരുത്തി. സംഭവിച്ചു പോയല്ലോ, അത് തിരുത്തി. പക്ഷെ സംഭവിച്ചല്ലോ. ബഹുമാനമുള്ളവരുടെ ഹദ്റത്തിലേക്ക് എത്തുകയാണ്. വിഷമങ്ങൾ പറയാൻ വേണ്ടി വന്നതാ. കയറിയവാട് ബഹുമാനമുള്ളവർ പറഞ്ഞു, അഫൗതു അൻക്, ഞാൻ നിനക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, ബഹുമാനപ്പെട്ടവരുടെ പ്രഖ്യാപനം, അഫൗതു അൻക, ഞാൻ താങ്കൾക്ക് മാപ്പ് നൽകിയിരിക്കുന്നു. എവിടെ നിന്നാണ് ആ പ്രഖ്യാപനം വരുന്നത്? എങ്ങനെയാണ് അങ്ങനെ പ്രഖ്യാപിക്കാൻ സാധിക്കുന്നത്? ആ പ്രഖ്യാപനം വരുന്നത് അല്ലാഹുവിൽ നിന്നുള്ള പ്രഖ്യാപനമാണ്. അതാണ് റുബ്ബമാ തകല്ലമൽ ആരിഫ് അലാ ലിസാനില്ലാഹ്. ബഹുമാനപ്പെട്ട അബ്ദുൽ വഹാബ് ഷഅറാനി റളിയല്ലാഹു അൻഹു രേഖപ്പെടുത്തിയത് അതാണ്. അല്ലാഹുവിന്റെ കലാമാണ്, അല്ലാഹുവിൽ നിന്നാണ്. അതാണ് അദ്ദേഹത്തിന്റെ സംസാരിക്കുന്ന നാവ് ഞാനായി മാറുമെന്ന് അല്ലാഹു പറഞ്ഞതിന്റെ അർത്ഥം അതാണ്. ഇങ്ങനെ ബഹുമാനമുള്ള ശൈഖുനായുടെ ചരിത്രം നാം പരിശോധിച്ചു കഴിഞ്ഞാൽ, ബഹുമാനമുള്ള ശൈഖുന അള്ളാഹുവിന്റെ അപാരമായ ഒരു മഹളായ ഫളിലാണ് ബഹുമാനമുള്ള ശൈഖുന എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ചില ആളുകൾ പറയാറുണ്ട്, ശൈഖുനാക്ക് ശിഷ്യന്മാരില്ല, ശൈഖുനാക്ക് മുരിദന്മാരില്ല, ശൈഖുനാക്ക് ശൈഖാവാനുള്ള യോഗ്യതയില്ല എന്നൊക്കെ ചില ആളുകൾ പറയുന്നത് കേൾക്കാം. അല്ലാഹു നമ്മളെ കാക്കട്ടെ. ഇത്രമാത്രം ഗുരുതരമായ ഒരു തെറ്റാണ് അവർ പറയുന്നത്. ബഹുമാനമുള്ള ശൈഖുന ഒരിക്കൽ പറയുകയുണ്ടായി, ഒരു അലിഫ് പോലും ഇവിടെ നിന്നല്ലാതെ ലോകത്തേക്ക് പോകുന്നില്ല. മൺതരികൾ കണക്കെ റൂട്ടുകൾ ലോകത്തുണ്ട്, അത് മുഴുവനും എന്നിലൂടെയാണ് നടക്കുന്നത്. ലോകത്ത് ശ്വാസത്തിൽ പരം ശ്വാസത്തിന്റെ എണ്ണം കണക്കെ ലോകത്ത് അല്ലാഹുവിലേക്ക് വഴികളുണ്ട്, അത് മുഴുവനും എന്നിലൂടെയാണ് സഞ്ചരിക്കുന്നത്. സർവമഹാന്മാരുടെയും സർവ വഴികളും അവരിലൂടെയാണ് കടന്നു പോകുന്നത്. കാരണം എന്തുകൊണ്ടാണ്? അവർ അൽ ഹഖീഖത്തുൽ മുഹമ്മദിയ പരിശുദ്ധ റസൂലിൽ വിലയം പ്രാപിച്ചിരിക്കുകയാ. നോക്കൂ നിങ്ങൾ, ഇത് പറയുക മാത്രമല്ല, ചരിത്രത്തിൽ തുല്യതയില്ലാത്തവണ്ണം, ബഹുമാനമുള്ള ശൈഖുനായുടെ ചരിത്രത്തിൽ തുല്യതയില്ലാത്തവണ്ണം ഇത് നിറഞ്ഞു കിടക്കുകയല്ലേ. എത്രയെത്ര അനുഭവങ്ങളാണ്, എത്രയെത്ര ആയിരക്കണക്കിന് എന്ന് പറഞ്ഞാൽ അത് തെറ്റായി പോവും. ആയിരക്കണക്കിനല്ല, പതിനായിരക്കണക്കിന് സംഭവങ്ങളല്ലേ ബഹുമാനമുള്ള ചരിത്രത്തിൽ നടന്നിട്ടുള്ളത്. ഒറ്റ വാക്കല്ലേ, ഒറ്റ വാക്ക്. മരിച്ചു കിടക്കുന്ന മയ്യത്തിനെ പോലും ഒറ്റ വാക്കിൽ ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ. എഴുന്നേറ്റ് പോന്നില്ലേ മയ്യത്ത്? ഞാൻ വിളിക്കുന്നു എന്ന് പറയൂ. കൊല്ലം ജില്ലയിൽ നിന്ന് ഒരു ഉസ്താദ്, തന്റെ ഉമ്മ വയസ്സായി ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി, ഡോക്ടർമാർ കൈയൊഴിഞ്ഞ് കിടന്ന കിടപ്പിലായി, വീട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി പറഞ്ഞ അവസരത്തിൽ വയസ്സായ വല്യമ്മയാ, വയസ്സായ ഉമ്മയാ, ഇനി ഒരു രക്ഷയുമില്ല, ചികിത്സകളൊക്കെ അവസാനിപ്പിച്ച സമയത്തല്ലേ ബഹുമാനമുള്ള ശൈഖുനയെ കാണാൻ വേണ്ടി വന്നത്. വന്നപാട് ബഹുമാനമുള്ള ശൈഖുന പറയുകയാ, ഒന്നും പറയുന്നതിന് മുൻപേ പറയുകയാണ്, ഞാൻ സുഖമാക്കി, അവർക്ക് സുഖമാക്കി, അവരെ ഞാൻ സുഖമാക്കി. നോക്കൂ നിങ്ങൾ, അത്ഭുതപ്പെട്ടു പോയില്ലേ ഈ മനുഷ്യൻ? അന്ന് ഫോണൊന്നുമില്ലല്ലോ. ആ മനുഷ്യൻ തിരിച്ച് വണ്ടി കയറി അത്ഭുതത്തോടുകൂടെ ബഹുമാനമുള്ള ശൈഖുനായുടെ തിരു ഹദ്റത്തിൽ നിന്ന് തന്റെ ഉമ്മയെ കാണാൻ വേണ്ടി
ഹോസ്പിറ്റലിലേക്ക് എത്തിയപ്പോൾ ഉമ്മ അവിടെ എഴുന്നേറ്റ് നടക്കാം, മോനെ നീ എവിടെയായിരുന്നു, നിന്നെ കാത്തിരിക്കാൻ, നമുക്ക് പോകാന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. കിടന്ന കിടപ്പിൽ കിടന്ന ഒരു ഉമ്മ, ഒറ്റ വാക്കല്ലേ, ഇതൊന്നും ആർക്കും നിഷേധിക്കാൻ കഴിയില്ലല്ലോ, ഞാൻ സുഖമാക്കി. എന്താണത്? അവിടുത്തെ പ്രഖ്യാപനം അത് അള്ളാഹുവിന്റെ നാവായി മാറിയതാ. അള്ളാഹുവിന്റെ നാവായി, അള്ളാഹുവിന്റെ നാവും കയ്യും കണ്ണും കാലുമായി. നോക്കൂ നിങ്ങൾ, കരിപ്പൂർ എയർപോർട്ട്, ബഹുമാനമുള്ള ശൈഖുന മുകളിലേക്ക് അങ്ങനെ കയറിപ്പോയി. അവൾ കുന്നല്ലേ, കാടല്ലേ, അതിന്റെ മുകളിൽ കയറി നിന്നിട്ടല്ലേ പറയുന്നത് ഇവിടെ നിന്ന് ഹാജിമാർ ഹജ്ജിന് പുറപ്പെടും. കേട്ടവർക്ക് തോന്നി ഭ്രാന്തായിരിക്കും. അല്ല, കേട്ടവർക്ക് എന്ന് പറഞ്ഞാല് വിശ്വാസികൾക്കല്ല, അല്ലാത്തവർക്ക്. നോക്കൂ നിങ്ങൾ, അവിടെ റൺവേ വന്നില്ലേ? ആ റൺവേ വന്നത് ബഹുമാനമുള്ള ശൈഖുന നിന്ന സ്ഥലത്ത് നിന്നാണ് റൺവേയുടെ എൻഡ് എന്ന് വരെ പറയുന്നത് കേൾക്കാൻ സാധിച്ചു. അപ്പോൾ ബഹുമാനമുള്ള ശൈഖുനായുടെ അവസ്ഥ നാം മനസ്സിലാക്കണം. ഞാൻ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് ബഹുമാനമുള്ളവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കണം. അതിന്റെ അർത്ഥം, ബഹുമാനമുള്ള ശൈഖുന പറഞ്ഞതിന്റെ അർത്ഥം, അവരുടെ ആ തജല്ലി അള്ളാഹുവിലാണ്. ആ അള്ളാഹുവിൽ നിന്നുള്ള കലാമാണ് നാം കേട്ടത്. ലോകത്തെ നിയന്ത്രിക്കുന്നത് അള്ളാഹുവാണ്. ആ അള്ളാഹുവിന്റെ കലാം ഹിക്കായത്തൻ, അള്ളാഹുവിന്റെ കലാം ഒരാളിലൂടെ, ഒരു തജല്ലിയുള്ള ഒരു വലിയിലൂടെ വരാമെന്ന് ബഹുമാനമുള്ള മഹാന്മാർ രേഖപ്പെടുത്തിയത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഒമാ റമൈത ഇദ് റമൈത വലാകിൻ അല്ലാഹ റമാ എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, ഓ നബിയേ, ഒമാ റമൈത ഇദ് റമൈത, താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കളല്ല എറിഞ്ഞത് നബിയേ, വലാകിൻ അല്ലാഹ റമാ, മറിച്ച് അല്ലാഹുവാണ് എറിഞ്ഞതെന്ന് പരിശുദ്ധ ഖുർആൻ, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതുപോലെ, അല്ലാഹുവാണ് എറിഞ്ഞതെന്ന് പറഞ്ഞതുപോലെ ആ സമയത്ത് ശൈഖുനയാണ്, ശൈഖുന അന മുദബ്ബിറുൽ ആലം, ഞാനാണ് ലോകത്തെ നിയന്ത്രിക്കുന്നത് എന്ന് ശൈഖുന പറഞ്ഞ സമയത്ത് അത് ശൈഖുനയല്ല പറഞ്ഞത്, വലാകിന്നല്ലാഹ ഖാൽ, മറിച്ച് അല്ലാഹുവാണ് പറഞ്ഞത്. ഇങ്ങനെ നാം മനസ്സിലാക്കണം. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ, വമാ റമൈത ഇദ് റമൈത വലാകിന്നല്ലാഹ റമാ. ചിന്തിക്കണം, നബിയെ താങ്കൾ എറിഞ്ഞപ്പോൾ താങ്കളല്ല എറിഞ്ഞത്, വലാകിന്നല്ലാഹ റമാ, മറിച്ച് അല്ലാഹുവാണ് എറിഞ്ഞത്. ഇപ്രകാരം നാം അതിനെ മനസ്സിലാക്കണം. ബഹുമാനമുള്ള ശൈഖുന പറഞ്ഞ സമയത്ത് അന മുദബ്ബിറുൽ ആലം, ഞാൻ ലോകത്തെ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ സമയത്ത് അത് ശൈഖുനയല്ല പറഞ്ഞത്, വലാകിന്നല്ലാഹ, മറിച്ച് അല്ലാഹുവാണ് അവിടെ പറഞ്ഞത്. ഇങ്ങനെ നാം മനസ്സിലാക്കിയാൽ ഒരു സംശയത്തിനും അവിടെ ബാക്കിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ഹഖായി ഉൾക്കൊള്ളാൻ നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.